ഒരു കേസ് തെളിയിച്ച ശേഷം ഫർഗെറ്റ് ഇറ്റ്, പുതിയ കേസ് നോക്കണം, ഇല്ലെങ്കിൽ യു വിൽ ബി ബയസ്ഡ്. ഓൾമോസ്റ്റ് ആ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലെ എം ജി റോഡ് തേവര മറ്റേതല്ല ഒരു 300-400 ക്യാമറാസ് ഉണ്ട്. പക്ഷേ ഒരു ക്യാമറ 300-400 ക്യാമറ ഫോർ സിറ്റി ഈസ് ലെസ്. സാറിന് ഒരു ഓട്ടോബയോഗ്രഫി എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും ആ ബുക്കിന്റെ പേര്? ഡേവിഡ് ഹെൻലിയുടെ കേസ് വരെ US പോയി അവരെ ഇൻട്രോഗേറ്റ് ചെയ്തത് സാറാണ്. അപ്പം ഈ ഇൻവെസ്റ്റിഗേഷൻ സെറ്റപ്പിലേക്ക് വരുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും ഇത് സോൾവ് ചെയ്തതിൽ ഹാപ്പിനെസ് തോന്നിയ ഒരു കേസ് ഏതായിരിക്കും? ഞാൻ ASP ഉള്ള സമയത്ത്, ഇവിടെ ACP ആയ സമയത്ത് ഇവിടെ ഒരു തൃപ്പൂണിത്തറയിലെ ഒരു മർഡർ കേസ് നടത്തി, ജോജി മർഡർ കേസ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ സമയത്ത് ഞാൻ ഭയങ്കര ചെറുപ്പമാണ്. അത് എങ്ങനെ കണ്ടുപിടിച്ചു, അതിലെന്താണെന്ന് ചോദിച്ചാൽ കംപ്ലൈനന്റ് തന്നെ അക്യൂസ്ഡ് ആയിരുന്നു. അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് കേസാണ്. അതുപോലെ തന്നെ ഒരുപാട് കേസുകൾ ഞാൻ അസാമിലെ, ഒഡീസയിലെ ഞാൻ സ്റ്റെൻസ് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അതൊരു പ്രത്യേക ടൈപ്പ് കേസാണ്. ഞാൻ പല ആക്ച്വലി പൊളിറ്റിക്കൽ മർഡേഴ്സ്, ഇപ്പോൾ ഈ കാര്യങ്ങൾ പിന്നെ ചെയ്ത ശേഷം മധുമിത ശുക്ല മർഡർ കേസ്, അതിലെ ഒരു 10-20 മൂവി അതിലുണ്ടായിട്ടുണ്ട്. ഒരു 10-20 ആക്ച്വലി പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ടോ. അത് ഈ കാര്യങ്ങൾ ആക്ച്വലി അതിൽ എന്താണ് ഞാൻ ഇതുപോലെ തന്നെ ഒരുപാട് കേസുണ്ടോ. കേസുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്, ഒരു കേസ് തെളിയിച്ച ശേഷം ഫർഗെറ്റ് ഇറ്റ്, പുതിയ കേസ് നോക്കണം, ഇല്ലെങ്കിൽ യു വിൽ ബി ബയസ്ഡ്. ആ രീതിയിലാണ് ഞാൻ എല്ലാ സമയത്തും പറയുന്നത്. പക്ഷേ ചില ആക്ച്വലി വളരെ ഒരു പുതിയ പദ്ധതികളോ മാർഗങ്ങളോ കണ്ടുപിടിച്ചിട്ട് നമുക്ക് തെളിയിക്കാൻ വേണ്ടി ഞാൻ കുറേ കേസുകൾ, രഞ്ജന പാലിത്ത ഒരു കേസ് ഞാൻ റാഞ്ചിയിൽ ചെയ്തു. അതുപോലെ തന്നെ കേസ് വളരെ റെയറാണ്. ഇങ്ങനെ ഒരു കേസ്, ഒരു പെൺകുട്ടി മരിച്ചു, അതിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മോർ ദാൻ 20,000 വെപ്പൺസ് ഞങ്ങൾ ബാലിസ്റ്റിക് എക്സാമിൻ ചെയ്തു CBI ഉള്ള സമയത്ത്. അതുപോലെ തന്നെ കേസുകൾ നമുക്ക് ഓൾസോ വളരെ സാറ്റിസ്ഫാക്ഷനാണ്. അത് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വളരെ കൗണ്ടർ ടെററിസം കേസുകളാണ്. സോ ടെററിസം കേസ് ഞാൻ ഒരുപാട് ചെയ്തു. അസാമിൽ ചെയ്തു, ഗുജറാത്തിൽ ചെയ്തു, പിന്നെ അല്ല അതോ ഹരൻ പാണ്ഡ്യ കേസ്, അത് CBI ഉള്ള സമയത്ത്. സോ ഈ കേസുകൾ നമ്മൾ ചെയ്യാൻ സമയത്ത് അതിലെന്താണ് ഭയങ്കര റിസ്ക്കിയാണ്. നമ്പർ 1 ഡിഫിക്കൾട്ടാണ്. കാരണം ഒരു വിറ്റ്നസ് ആയിട്ട് വരില്ല, വളരെ ഈസി ഇത്ര സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് കളക്ട് ചെയ്ത് സയൻറ്റിഫിക് എവിഡൻസ് കളക്ട് ചെയ്ത് തെളിയിക്കണം ആ കേസുകൾ. സോ അതുകൊണ്ട് ഭയങ്കര ഡിഫിക്കൾട്ടാണ് ആക്ച്വലി. പക്ഷേ ഞങ്ങൾ ആ ഡിഫിക്കൽട്ടിക്ക് ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ വളരെ സ്മോൾ ടീംസ് ഇത് ചെയ്തിട്ട് ഞങ്ങൾ ആ കേസുകൾ പല സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ചു. ഒരുപാട് സമയത്തെ ഞാൻ എൻ്റെ CBI ഉള്ള സമയത്ത് ഒത്തിരി കൗണ്ടർ ടെററിസം കേസുകൾ ചെയ്തിട്ടുള്ളതാണ്. IC-814 ഹൈജാക്കിങ് കേസ് ചെയ്തു. അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് കേസാണ്. ഇത് ഇപ്പോൾ OTT ഉണ്ടോ, മൂവി ആയിട്ടുണ്ട്. ഉപഹാർ കേസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഗെയിൻ ദാറ്റ് OTT-ലുണ്ട്. സോ ഞാനൊന്നും തന്നെ ഒരുപാട് കേസുകളുണ്ട് ഇപ്പോൾ ഫിലിമായി. സോ അപ്പോൾ അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ഞങ്ങൾക്ക് ഒരു കേസ്, ഞാൻ CBI ഒരു കേസ് സാധാരണ ആൾക്കാർ ആ സമയത്ത് പറയുന്നായിരുന്നു, ഒരു തെളിയിക്കാൻ ഒരു കേസ് ഉണ്ടെങ്കിൽ ബേറാക്കി കൊടുത്താൽ മതി, അപ്പോൾ ആളെ തെളിയിച്ചോളൂ. അപ്പോൾ ഒരുപാട് അൺഡിറ്റക്റ്റഡ് കേസുകൾ ഞങ്ങളൊക്കെ വന്നിട്ടുള്ള ഞങ്ങൾ ചെയ്തു. സോ ദാറ്റ് ഈസ് ഗുഡ്. ഐ ഡോണ്ട് ഹാവ് നൗ, ആസ് ഐ സെഡ്, ഐ ഫർഗെറ്റ്. ബട്ട് ഐ ഫർഗെറ്റ് മീൻസ് ഐ റിമെമ്പർ ആസ് ആൻ ഇൻസിഡൻറ്റ്. പക്ഷേ ഒരു കേസുടെ ഇൻവെസ്റ്റിഗേഷൻ മറ്റേ കേസ് ഇൻവെസ്റ്റിഗേഷനൊക്കെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഞാൻ എല്ലാവർക്കും പറയാനുണ്ട്. ഇപ്പം സാറിനൊരു കരിയർ നോക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കേരളത്തിൽ വരിക, കേരളത്തിൽ നിന്ന് ഒരു ഇത്ര വർഷം കേരള പോലീസിൻ്റെ മേധാവിയാകുക, ഇതൊക്കെ കഴിഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് NIA-യിലേക്ക് പോകുമ്പോൾ മലയാളികൾക്കൊരു പ്രത്യേക സന്തോഷമാണ്. കേരളത്തിൽ നിന്ന് ഒരാളാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ തലപ്പത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരികയായിരുന്നല്ലോ. NIA-യിൽ നിന്ന് പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് കേരളത്തിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ കേരളത്തിലെ ആൾക്കാരുടെ ഒരു റിസീവിങ് മെൻറ്റാലിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു ചേഞ്ചസ് ആ ഫീൽ ചെയ്തത്? കേരള പീപ്പിൾ ആർ വെരി റിസെപ്റ്റീവ്. അതിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു, ഞാൻ വന്നിട്ട് പോലീസിൽ മോഡേണൈസേഷനിൽ ചാർജ് എടുത്തു. ഒരുപാട് കാര്യങ്ങൾ മോഡേണൈസേഷൻ. സോ കേരള ആൾക്കാർ തന്നെ എൻ്റെ ഒരു ടൈറ്റിൽ തന്നു, ഫാദർ ഓഫ് കേരള പോലീസ് മോഡേണൈസേഷൻ. അപ്പോൾ ഗവർണർ എനിക്കൊരു സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് തന്നു. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്.
ബട്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാരെ ഇവിടെ അവർ പറഞ്ഞു ഇവിടെ വന്ന ശേഷം NIA ഒരു ഹിസ്റ്ററിയായി. അപ്പോൾ NIAയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തുടങ്ങി, ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനുശേഷം ഇവിടെ വന്ന ശേഷം ഞങ്ങൾ ഒരു NIAയുടെ കമ്പാരിസൺ ഒന്നും ചെയ്തിട്ടില്ല. NIA പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ഞാൻ ATS ഉണ്ടാക്കി. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സമയത്ത് കുറച്ച് എക്സ്പീരിയൻസ്, CBIയിലുള്ള എക്സ്പീരിയൻസ്, NIA ഉള്ള എക്സ്പീരിയൻസ് ഞങ്ങൾ ഉപയോഗിച്ചു. അതുകൂടാതെ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ ഒരു ആവറേജ് മലയാളി അവർ എങ്ങനെ നീതി കിട്ടും, നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും പ്രോംപ്റ്റ്നെസ് കൂടും, പോലീസ് എങ്ങനെ ഒരു ഫ്രണ്ട്ലി ആവും, ഈ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ. അത് നമുക്ക് അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്ത ശേഷം അക്സെപ്റ്റബിലിറ്റി കൂടി. കാരണം ഞാൻ ഇന്ന് വരെ ഞാൻ ആക്ച്വലി ഞാൻ 2021 DGP എന്നെ കറിഞ്ഞു. ഇതുവരെ ആൾക്കാരെ എന്നെ ഒരു മോളിലെ ഇവിടെ റോഡിലെ എവിടെയെങ്കിലും കണ്ടാൽ അവർ വന്നിട്ട് എന്നെ സംസാരിക്കും. അതുകൊണ്ട് അവർ പറയും സാർ ഇങ്ങനെയാണോ അങ്ങനെയാണോ കാര്യങ്ങൾ എങ്ങനെയുണ്ടോ ഈ കാര്യത്തിൽ. ദാറ്റ് മീൻസ് ദ അക്സെപ്റ്റബിലിറ്റി സ്റ്റിൽ ദെയർ. ദാറ്റ് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ദാറ്റ് ഈസ് വീട്ടിലെ വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം ഞങ്ങൾ കുറേ കാര്യങ്ങൾ സാധാരണ ആൾക്കാർക്ക് വേണ്ടി ചെയ്തു. ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു നീതി എങ്ങനെ കിട്ടും പോലീസിന്, അതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവായിരുന്നു. ഇപ്പോൾ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം ആൾക്കാർക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി വരാൻ ഏത് സമയത്ത് കയറി വരാൻ പറ്റണം, പെൺകുട്ടികൾക്കാണെങ്കിൽ ഏത് സമയത്ത് കയറി വരാൻ പറ്റണം. അപ്പം ഈ പറഞ്ഞ പോലീസിനോട് പൊതുവേ ആൾക്കാർക്കൊരു ഭയമുണ്ട്. ആ ഭയമുള്ളത് കൊണ്ടാണ് പല ക്രൈംസ് ഇവിടെ നടക്കാതെ പോകുന്നത് ഒരു വാദമുണ്ട്. അപ്പോൾ പോലീസുകാരെപ്പോഴും ഇച്ചിരി പേടിപ്പിച്ച് നിർത്തണം എന്നൊരു തോന്നൽ സാറിനുണ്ട്. അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല, പോലീസ് ആൾക്കാർ ഓൾസോ ഞാൻ സാധാരണ നിങ്ങളൊരു പെർസെൻറ്റേജ് ഓഫ് അങ്ങനെ ഒരു പോലീസുകാരെ ഒരു ക്രൂരനായിട്ട് നിൽക്കാൻ വളരെ കുറവാണ് കേരളത്തിൽ. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു 62,000 ആൾക്കാരെ ഇപ്പോൾ 65,000 ആയിരിക്കും പോലീസിൻ്റെ സ്ട്രെങ്ത്. ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് പോലീസ്. പക്ഷേ ഇതിന് വളരെ ഒരു ഫ്യൂ തൗസൻഡ്സ് മാത്രം ചിലപ്പോൾ അങ്ങനെ ഒരു ആൾക്കാരായിരിക്കും. സാധാരണ ഇതിൽ കേരള സൊസൈറ്റി അത് അക്സെപ്റ്റ് ചെയ്യില്ല. അവർക്കറിയാം, അവർ സ്വഭാവമായത് കൊണ്ടോ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. പക്ഷേ അവർ ചിലപ്പോൾ ഞാൻ ഒരു ആളെ ഇടിച്ച് ശരിയാക്കി പോയി അമ്മയ്ക്ക് പറഞ്ഞാണെങ്കിൽ അമ്മ പറയും നീ എന്തിനാണ് ഇടിച്ചത്, നിങ്ങൾക്ക് അധികാരമുണ്ടോ, ഇതാണ് അമ്മ തന്നെ പറയും. സോ അതുകൊണ്ട് അക്സെപ്റ്റബിലിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മുടെ പോലീസ് ഭയങ്കര ഈ കാര്യങ്ങൾ മലയാളി നമ്മുടെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നിങ്ങളൊരു പുറത്തുനിന്നുള്ള ആൾ ഹൂ ഹാസ് ഗോൺ ടു എ പോലീസ് സ്റ്റേഷൻ അങ്ങർക്ക് എങ്ങനെ അവരെ എങ്ങനെ കിട്ടി, എന്നെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, അവരുടെ എന്താ റിസെപ്റ്റിവിറ്റി എങ്ങനെയായിരുന്നു ചോദിച്ച് ഞാനാണ് അതാണ് ചോദിച്ചത്. അത് വെച്ചാൽ ഇത്ര വലിയ നല്ല പോലീസ് എങ്ങനെ കിട്ടും. ഞാൻ സാധാരണ DGP ആയ സമയത്ത് ഒരുപാട് മെയിൽ എനിക്ക് കിട്ടും. ഐ എം ഫ്രം ഡൽഹി, ഐ വിസിറ്റഡ് സച്ച് ആൻഡ് സച്ച് പേഴ്സൺ പ്ലേസ്. ഈ കോവളമിലുള്ള സമയത്ത് ടൂറിസം പോലീസ് എന്നെ ഒന്ന് ഇത് ഗൈഡ് ചെയ്തു. ഈ രീതിയിൽ അവർ സംസാരിച്ചു. ഇതുപോലെ തന്നെ കാര്യങ്ങൾ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. ഇങ്ങനെ പോകുന്നു. ദീസ് ആർ ആക്ച്വലി ദ മെഡൽസ്. സാർ പിന്നെ പോലീസ് എഫീഷ്യൻ്റ് ആണ്, കേരള പോലീസ് മച്ച് എഫീഷ്യൻ്റ് ആണ്. പക്ഷേ എന്നിരുന്നാലും ഈ പോലീസ് സ്റ്റേഷനിലുള്ള എമ്യൂണിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടേഴ്സ്, ഈവൻ സാർ നേരത്തെ പറഞ്ഞ പോലെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. തേവര ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ തേവര ജംഗ്ഷനിൽ CCTV ഫുട്ടേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് സ്റ്റേഷൻ്റെ അകത്ത് കയറി ഫുട്ടേജ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പോലീസുകാർ എന്നോട് പറഞ്ഞതാണ് ഇവിടെ ഇത്രേ കിട്ടുള്ളൂ, ആ കുറച്ച് സമയത്തേ കിട്ടുള്ളൂ, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എൻ്റെ കാർ ഏതാണെന്നുള്ളത് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഒരു 1/2-3/4 മണിക്കൂർ അവിടെ ഇരുന്ന് നമ്മൾ നോക്കിയിട്ടാണെങ്കിലും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് അവരത് കണ്ടുപിടിച്ചത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ബാക്കി എല്ലാത്തിനും ഞങ്ങൾ റെഡിയാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ലൊരു മെഷീനോ എമ്യൂണിറ്റീസോ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതൊരു നെഗറ്റീവ്. നേരത്തെ ശരിയാണ്, ഞാൻ നേരത്തെ ഉള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറകളും ഉണ്ടായിരുന്നു. അത് ഓവർ ദ പീരീഡ് ഓഫ് ടൈം അത് ചേഞ്ച് ചെയ്യാനായിരുന്നു. ചേഞ്ച് ചെയ്തിട്ട് ഇല്ലെങ്കിൽ സപ്പോസ് എന്താണെന്ന് വെച്ചാൽ സപ്പോസ് നമ്മുടെ പൈസയുടെ പ്രശ്നം ഉണ്ടാകും. ഞാൻ സാധാരണ എന്താ വെച്ചാൽ പൈസ തന്നെ നമ്മുടെ കുറച്ച് ആൾക്കാർക്ക് ഈ പബ്ലിക് സെക്ടർ കമ്പനിയായിട്ട് CSR ആയിട്ട് സംസാരിച്ചാൽ ചെയ്യും. ഞാൻ എറണാകുളമിലെ സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റ് ആയ ശേഷം അവർ പറഞ്ഞിട്ട് എന്നെ സംസാരിച്ചു.
അവർ പറഞ്ഞു സ്മാർട്ട് സിറ്റിയുടെ ആ കൺട്രോൾ റൂം നിങ്ങൾ കാണണം, നമ്മുടെ എൻ്റെ ഓഫീസിൽ അടുത്തുള്ള ഓഫീസ്, അതിൽ ഉള്ള കാര്യങ്ങൾ നോക്കണം. അത് പോലീസിൻ്റെ കൺട്രോളിലല്ല, പക്ഷേ പോലീസ്ക്ക് അവിടെ പോയി കാണാം. അതിലുള്ള ആക്ച്വലി ഓൾമോസ്റ്റ് ആ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലെ MG റോഡ്, തേവര, മറ്റേതല്ല ഒരു 300-400 ക്യാമറാസ് ഉണ്ട്. പക്ഷേ ഒരു ക്യാമറ 300-400 ക്യാമറ ഫോർ സിറ്റി ഈസ് ലെസ്. ഞങ്ങളൊരു സർവേ ചെയ്തായിരുന്നു, നമുക്ക് ആക്ച്വലി മോർ ദാൻ 1500 ക്യാമറയുടെ ആക്ച്വലി അത്ര വേണം. പക്ഷേ ആ സമയത്ത് സ്മാർട്ട് സിറ്റി മിഷനിൽ അവർ ഒരു 300 മാത്രം തന്നു. ബാക്കി കുറച്ച് ക്യാമറ ഞങ്ങളെ കുറച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുവരെ 1500 ആയിട്ടില്ല. ഇപ്പോൾ അനുപമ പറഞ്ഞ പോലെ ഈ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം അങ്ങനെ തന്നെ പറഞ്ഞു, വളരെ കഷ്ടപ്പെട്ടിട്ട് അവർ കണ്ടുപിടിച്ചു. അറ്റ്ലീസ്റ്റ് അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം ഒരു പോലീസ് പറയുക ഇതൊന്നും ഇല്ലാതെ മാഡം പോയിക്കോ, ദേ ആർ നൈസ്, ദേ ആർ ടേക്കിംഗ് ദ എഫേർട്ട്. ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ DG ആയ സമയത്ത് ഇവിടെ ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ പോകുന്നായിരുന്നു. ആ സ്കൂട്ടർ പെൺകുട്ടി ഷീസ് എ വെരി വെൽ ക്വാളിഫൈഡ്. ഒരു ആൾ അവരുടെ പുറകിൽ വന്നു. പിന്നെ അവരെ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ശേഷം ഞങ്ങൾ അവർക്ക് ഒരു അപ്രീസിയേഷൻ നടത്തി, ഇത്ര ബോൾഡായിട്ട് നടത്തിയിട്ട് എങ്ങനെ ചെയ്തിട്ട് ആൾക്കാരെ സഹായിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിലെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഈ അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ട് മറ്റേ CCTV എടുത്തിട്ട് അവർക്ക് ഉപയോഗിച്ചു. സോ നമ്മുടെ ഇങ്ങനെ കുറേ നല്ല കാര്യമുണ്ടോ, കുറച്ചുകൂടി ഗ്യാപ്പുള്ള കാര്യങ്ങളും ഉണ്ടോ, ദാറ്റ് ഈസ് ഓൾസോ ദെയർ. ഐ എം നോട്ട് സെയിങ് ദാറ്റ്. പക്ഷേ ഇവല്യൂഷൻ ഷുഡ് ബി കണ്ടിന്യൂസ്. അതുകൊണ്ട് നിങ്ങൾ ഈ പഴയ ക്യാമറകൾ മാറ്റണം. ഇപ്പോൾ പുതിയ ക്യാമറ ഞാനിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ മെട്രോയിലെ അതിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫേജിൽ ഉപയോഗിക്കുന്ന ക്യാമറകൾ AI ക്യാമറകളായിരിക്കും. അപ്പോൾ ഭയങ്കര റിസൊല്യൂഷൻ കൂടുതലാണ്, എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും ആ അതിൽ. പക്ഷേ ഫസ്റ്റ് ഫേജിൽ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ AFC ഗേറ്റിൽ ആ സ്കാനർ ഉണ്ടല്ലോ, ആ സ്കാനർ പഴയ ടൈപ്പാണ്. ഇപ്പോൾ എല്ലാ സ്കാനറും ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഇല്ലെങ്കിൽ അതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫോണിൽ ഫോണിൽ ഇത് ദൂരെ ഫോണിൽ എത്ര ഹൈറ്റ് ഉണ്ടെങ്കിലും അത് പിടിക്കില്ല. നിങ്ങൾ അങ്ങനെ മാത്രമേ പിടിക്കൂ. സോ അതൊരു ആളെ എന്നെ ചോദിച്ചു, അതോ ഈ കാലത്ത് അതോ വേണോ, ഇത്ര ദൂരം നമുക്ക് ഓപ്പൺ ചെയ്യാമല്ലോ. ശരിയാ, ആ ഒപ്റ്റിക്കൽ സ്കാനിങ് സിസ്റ്റം തന്നെ മാറ്റണം. ബിക്കോസ് ടെക്നോളജി ഈസ് ചേഞ്ചിങ്. പക്ഷേ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ കേരള പോലീസ് ഫോർ ദാറ്റ് മാറ്റർ ഈ മോർ ട്രാൻസ്പെറൻ്റ് ആണ്. കാരണം നിങ്ങളൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കാം, ഇല്ലെങ്കിൽ RTIയിലേക്ക് പോകാം, മറ്റേ കാര്യങ്ങളെല്ലാം പ്രോംപ്റ്റായിട്ട് അവർ ചെയ്യും. അപ്പോൾ അവരുടെ പെരുമാറ്റം പറഞ്ഞ പോലെ വളരെ 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 കമ്പയർ ടു അതർ പ്ലേസസ് ഇസ് മച്ച് ബെറ്റർ. നിങ്ങൾ പുറത്തെ പോയി നോക്കണം എങ്ങനെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ആ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ തന്നെ നേച്ചർ ഞാൻ പറഞ്ഞ അക്സെപ്റ്റബിലിറ്റി, വീട്ടിൽ തന്നെ അക്സെപ്റ്റബിലിറ്റി അല്ല, ഭാര്യ തന്നെ പറയും നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്തിനാണ്. പക്ഷേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഭരചന്ദ്രൻ IPSനെയാണ്. അപ്പോൾ സാറിൻ്റെ ഒരു കരിയർ ലൈഫിൽ സാറായി ഭരചന്ദ്രൻ IPSനെ പോലെ അത്ര അഡമൻ്റ് ആയിട്ടുള്ളൊരു ഓഫീസർ തന്നെ ആയിരുന്നു ടുവേർഡ്സ് ദ ക്രിമിനൽസ്. ഞാൻ ഒരു കഥാപാത്രം, നിങ്ങൾ ഒരു ആക്ടറുടെ കാര്യം ഒരു ക്രിയേറ്റിവിറ്റിയാണ്, ഒരു റൈറ്ററുടെ ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങൾക്ക് പറയാം, ഞാൻ ഇവിടുത്തെ കമ്മീഷനായ സമയത്ത് ഇവിടെ ഫിലിം ഇറങ്ങി. ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട MP മിസ്റ്റർ സുരേഷ് ഗോപി അത് ഉണ്ടാക്കിയ ഒരു മൂവിയാണ് പോലീസ് കമ്മീഷണർ. ഭയങ്കര ഹിറ്റ് ഫിലിം ദി കമ്മീഷണർ. അതിൽ കുറേ കാര്യങ്ങൾ എന്നെപ്പറ്റി അവർ ഷാജി ആണ് ഉണ്ടാക്കിയ മൂവിയാണ്. ഷാജി എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, അതിലെ കുറേ കാര്യങ്ങൾ പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കുക, പോലീസിൻ്റെ പോസിറ്റീവ് സൈഡ് കാണിക്കണം. ചില സമയത്ത് ചെറിയ നെഗറ്റീവ്സ് വരും. ഒരു ആഫ്റ്റർ ഓൾ പോലീസ് മാൻ ഈസ് ഓൾസോ എ ഹ്യൂമൻ ബീങ്. ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, ആരോടും പെരുമാറ്റം ചെറുതായിട്ട് ഒരു ചൂടാകും, കുറച്ചുകൂടി ഉണ്ട്. ആ സമയത്ത് ഞങ്ങൾ സാധാരണ SHOക്ക് പറയാറുണ്ട്, ഇങ്ങനെ ഒരു സ്ഥിതിയിൽ പബ്ലിക് ഇൻ്റർഫേസ് ആയിട്ട് അവർക്ക് ആ ടൈപ്പ് കോൺസ്റ്റബിൾക്ക് ഹെഡ് കോൺസ്റ്റബിൾക്ക് കൊടുക്കേണ്ട, അവർ ഒരു ഡെസ്ക് ജോബ് കൊടുത്താൽ മതി.
കാരണം പബ്ലിക് ചിലപ്പോൾ അങ്ങനെ ഒരു മാനസികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കും. ചിലപ്പോൾ എൻ്റെ ഒരു മെഡിക്കൽ എൻ്റെ മോള് പഠിക്കുന്നുണ്ട് ഫെയിലായി, അത് ഭയങ്കര ഒരു മാനസിക ഇതാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് മാനിഫെസ്റ്റഡ് ആവും. ഇത് സൈക്കോളജിക്കൽ സ്റ്റഡി ചെയ്തിട്ട് അത് പല എസ്എച്ച്മാർ ചെയ്യാറുണ്ട്. പക്ഷേ അത് നിങ്ങൾ പറയാം ക്രിമിനൽ ആയിട്ട് ഡീൽ ചെയ്യാൻ സമയത്ത് അത്ര സോഫ്റ്റ് ഒന്നും വേണ്ട. അത് നിങ്ങൾ ഹാർഡായിട്ട് വേണം. നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് ആക്ച്വലി ഫസ്റ്റായിട്ട് പോലീസ് എന്താണോ ക്രൈം ആൻഡ് ക്രിമിനൽ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. അതുകൊണ്ട് നിങ്ങൾ ടഫാണ്. പക്ഷേ പൊതുജനങ്ങൾക്ക് സഹായിക്കാൻ ഓൾസോ നിങ്ങളുടെ ജോലിയാണ്. ഒരു അമ്മയുടെ മോന് ആക്ച്വലി കൊല്ലപ്പെട്ടു. അമ്മയ്ക്ക് ഒരു സാന്ത്വന ഒരു എന്തെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് പറയണ്ടേ, അമ്മച്ചി നിങ്ങൾ എടുക്കേണ്ട, ഞാൻ അവരെ കൊണ്ട് പിടിക്കാം. അവർ പറയുക നിങ്ങളുടെ റോളല്ല, നിങ്ങളുടെ ഒരു വിറ്റ്നസ് ആണ്, നിങ്ങൾ പിടിക്കോ, അങ്ങനെ പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദി ഒൺലി ക്രക്സ് ഓഫ് പോലീസിങ്. സോ പോലീസ് ഹാസ് ടു ഹാവ് ടു തിങ്സ്. വളരെ ഫാർമാക്കണം, ചില സമയത്ത് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ആൾക്കാരെ ഡീൽ ചെയ്യണം. സാർ ആദ്യം പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു കേരളത്തിലേക്ക് വരുമ്പോൾ ഭക്ഷണമായിരുന്നു ഒരു ഏറ്റവും വലിയ ഡൗട്ട് ഉള്ളത്. ഇപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോൾ എറണാകുളത്ത് തന്നെ താമസിക്കുകയാണ്. ഇപ്പം കേരള ഭക്ഷണം ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ? ഞാൻ നേരത്തെ ആക്ച്വലി കേരളയുടെ കുറേ ലൈക്ക് ഇടിയപ്പം, അപ്പം, പുട്ട്, ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് വേണ്ടി. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓൾസോ. സോ ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. കാരണം കേരള ഫുഡ് ഈസ് വെരി വെരി ടേസ്റ്റി. ഞാനൊരു എറണാകുളം ജസ്റ്റ് റീജിയണൽ സ്പോർട്സ് സെൻറ്ററിൽ എൻ്റെ ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു. ആ ട്രെയിനർ പറഞ്ഞു കേരള ഫുഡ് സാർ ഭയങ്കര അഡിക്റ്റീവാണ്. ഒരു പ്രാവശ്യം ഇരുന്ന ശേഷം സാർ പറയുമ്പോൾ ഇത് 2-3 പ്രാവശ്യം കഴിക്കും. ഇന്ന് മീൻ കഴിക്കാം, മറ്റേത്. സോ അതൊന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വെയിറ്റ് കൂടും. അതുകൊണ്ട് അങ്ങനെ പറയണം. കേരള ഫുഡ് ഈസ് സൂപ്പർ, അതിലൊരു സംശയമൊന്നുമില്ല. സെൻട്രൽ ട്രാവൻകോർ ആയാലേ ഓർ മലബാറിലെ ഓർ ട്രിവാൻഡ്രമിലെ പല സ്ഥലങ്ങളിലെ പല ടൈപ്പ് ഓഫ് ക്യൂസിനാണ്. ആൻഡ് കേരളയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഒരുപാട് ആക്ച്വലി സാധനങ്ങൾ അവന് ഡിഷസ് ഉണ്ടാക്കും. ഒരു വീട്ടിൽ പോയാൽ ഒരു റോട്ടി ദാൽ മാത്രം ഉണ്ടാക്കില്ല, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ ഓൾസോ പുട്ടുണ്ടാക്കാറുണ്ട്, നമ്മുടെ വീട്ടിൽ ഓൾസോ അപ്പം ഉണ്ടാകും, ഞങ്ങൾ അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കും, നമ്മുടെ നോർത്ത് ഇന്ത്യൻ കറി ഉണ്ടാക്കും, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ കറി ഉണ്ട്, തീയൽ ഉണ്ടാക്കും, ഇതൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ഞങ്ങൾ അക്സെപ്റ്റബിലിറ്റി ഇത്ര വർഷമായില്ലോ. ഇപ്പോൾ ഞങ്ങൾ എൻ്റെ വൈഫ് ഓൾസോ സദ്യ പോയി കഴിക്കാൻ വേണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു പ്രാവശ്യം ഒരു നല്ല സദ്യ കഴിച്ച ശേഷം നല്ല ഉറക്കം വരും, നല്ല രീതിയിൽ ഒരു ദിവസം ഒരു ആലോചിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ എത്ര പായസം കുടിച്ചു മറ്റേ കാര്യങ്ങൾ. ദാറ്റ് ഈസ് ഗുഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. ഇപ്പം ട്രോൾസും വീഡിയോസും ഒക്കെ എപ്പോഴും വരാറുണ്ട്. ഇപ്പം സാറിനെ പറ്റിയിട്ടുള്ള ഫണ്ണിയായിട്ടുള്ള വീഡിയോസ് കാണാറുണ്ടോ? ഞാനൊരു സോഷ്യൽ മീഡിയ കാണാൻ ആളല്ല. സോഷ്യൽ മീഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർദ്ദേശങ്ങൾ കൊടുക്കാം. പോലീസിലെ ചെയ്തു, KMRL ചെയ്തു, ബാക്കി കാര്യങ്ങൾ. പക്ഷേ ഞാൻ കാണാറില്ല. ചില സമയത്ത് അന്നിൽ ഓരോ സമയം പോലെ കുറച്ച് ഫ്രണ്ട്സ് അയക്കും, ഇത് കാണാം അത് കാണാൻ. പിന്നെ എല്ലാ സമയത്തും എല്ലാ പോസിറ്റീവ്സ് വരില്ല, കുറേ നെഗറ്റീവ്സ് ഓൾസോ വരും. അത് ഓൾസോ നെഗറ്റീവ്സ് ഓൾസോ ഞാനൊരു എന്താണെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് കാണേണ്ട, നെഗറ്റീവ് കാണേണ്ട. സോ മനസ്സമാധാനമായിട്ട് നിൽക്കാൻ മതി. ചില സമയത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ, പ്രൊഫഷണൽ വീഡിയോ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് കാണാറുണ്ട്. ചോദിക്കാൻ കാരണം തന്നെ ഈ പാഷാൺ ഷാജി ഒരു ആക്ടറിന്റെ പേരിൽ സാറ് ട്രോള് വരാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊക്കെ ചോദിച്ചത്. ഞാൻ ഒരു 2 പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ. ഫാമിലി ഒരു ദിവസം ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, എന്നെ ഒരു ഇൻ്റർവ്യൂ ചെയ്തു. പിന്നെ അദ്ദേഹം ഒരു ദിവസം പിന്നെ ഫാമിലി ആയിട്ട് വന്നിട്ട് എന്നെ കണ്ടായിരുന്നു. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്, ദൈവം തന്നിട്ടുള്ള ഒരു സോ അദ്ദേഹം പിന്നെ ആ രീതിയിൽ സംസാരിക്കും, മറ്റേ കാര്യങ്ങൾ. അത് പോട്ടെ, അതൊരു ഹിലാരിയസ് സൈഡില്ല. അതിൽ ഞാൻ എല്ലാ സമയത്ത് പറയാറുണ്ട്, നിങ്ങളുടെ ഒരു പബ്ലിക് ഫിഗറായ ശേഷം കുറേ ആൾക്കാരുടെ ഇങ്ങനെ വരും. അപ്പോൾ അത് നമുക്ക് കണക്കാക്കേണ്ട. ഇപ്പം കേരളത്തിൽ തന്നെ സെറ്റിൽ ചെയ്യാൻ തന്നെയാണോ തീരുമാനം? ഇതുവരെ ഞാൻ കേരളത്തിലെ തന്നെ, കേരള ഒരു നല്ല സ്ഥലമാണ്. കേരള ഈസ് സിസ്റ്റം ഡ്രിവൻ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സിസ്റ്റമിക് ആണ്. കാരണം ഇതിൽ ഞാൻ ഏതാ സമയത്ത് പറയാൻ, ഇറ്റ് ഈസ് എ ഹൈലി ആക്ച്വലി ഓൺലി സ്റ്റേറ്റ് വിച്ച് ഈസ് ആക്ച്വലി വെസ്റ്റേണൈസ്ഡ്.
പാൻറ് ഷർട്ട് ഇട്ടിട്ട് മാത്രം കാര്യമല്ല, ഇവിടുത്തെ എല്ലാ സിസ്റ്റം അങ്ങനത്തെയാണ്. ഇലക്ട്രിസിറ്റി, വാട്ടർ, പിന്നെ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, എല്ലാ ഒരു സിസ്റ്റം ഇതിലാണ്. ആൾക്കാർ നല്ല ആൾക്കാരാണ്. അവരെല്ലാ സമയത്തും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ് ഏത് സമയത്ത്. പിന്നെ ഇവിടെ പിന്നെ ബാക്കി അങ്ങനെ ഒരു അത്ര ഒരു വലിയ ലോ ആൻഡ് ഓർഡർ ഒരു ടെററിസം അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടിന്യൂസ് വളരെ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. എവിടെയെങ്കിലും ഇപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകണ്ട. ഇവിടെ ചില സമയത്ത് എൻ്റെ വൈഫ് പറയാനുണ്ട്, നമുക്ക് പുറത്ത് പോയിട്ട് തന്നെ ഇവിടെ നിന്ന് സൈലൻറ്റ് വാലിയിലേക്ക് പോകാം, അവിടെ പോയി ഇത്ര മനോഹരമുള്ള സ്ഥലം എവിടെ കിട്ടുമോ. സോ ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. സോ ഇറ്റ് ഈസ് എ സ്മോൾ പ്ലേസ്, അഡ്വാൻസ്ഡ് പ്ലേസ്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഭാവി നോബഡി ഹാസ് സീൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ എന്താ ഉണ്ടാകും ആർക്കും അറിയില്ല. സാറിന് ഒരു ഓട്ടോബയോഗ്രഫി എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും ആ ബുക്കിന്റെ പേര്? ഇല്ല, ഞാൻ ഓട്ടോബയോഗ്രാഫി അനുപമ ഞാൻ എഴുതാൻ പോകുന്നില്ല. കാരണം ഇപ്പോൾ ഇതുവരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. കുറേ ആൾക്കാരെ അനിൽ പോലെ ആൾക്കാർ പറയൂ നിങ്ങളൊരു കാരണം എൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ, നാഷണൽ സെക്യൂരിറ്റി മാറ്റേഴ്സ്, മറ്റേ കാര്യങ്ങൾ എനിക്ക് അറിയാം. ആ കാര്യങ്ങൾ നമുക്കിപ്പോൾ if I tell, it will be a problem. If I don't tell, I'll do the wrong thing to me. അതുകൊണ്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ഒരു കരിയർ നോക്കി കഴിഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, NIA, CBI, ഫയർഫോഴ്സ്, പല ഒത്തിരി മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള റയർ ഓഫ് ദ റയർസ് ആൾക്കാരല്ലേ കാണത്തുള്ളൂ. അപ്പം എല്ലാ കേസുകളെ കുറിച്ചുള്ള സാധനം പറഞ്ഞില്ലെങ്കിലും കുറച്ച് ഫണ്ടി തിങ്സും കരിയറും പറ്റിയിട്ടൊരു അല്ല, നമ്മുടെ ഒരു OTT പ്ലാറ്റ്ഫോം ആളെ എന്നെ ചോദിച്ചു നമ്മുടെ ഒരു ഓൾമോസ്റ്റ് ഒരു 40-45 കേസുകൾ സാറിൻ്റെ നമുക്ക് ഇത് വെബ് സീരീസ് ആക്കാം. അത് സാറ് ഒന്ന് നമ്മുടെ ടീമായിട്ട് ഇരുന്നിട്ട് ഒന്ന് ആ കഥകളൊന്നും പറഞ്ഞ ശേഷം ഞങ്ങൾ ആക്കാം. ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഏതെങ്കിലും സമയത്ത് ഉണ്ടാകുമോ എനിക്കറിയില്ല. ഇപ്പോൾ കുറച്ച് കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞ ശേഷം 2-3 OTT ഇപ്പോൾ വന്നു. ഇപ്പോൾ ഇനി കുറച്ച് 2-3 വരാറുണ്ടോ അത് ആ രീതിയിൽ അവർ ചെയ്യട്ടെ. അത് എനിക്ക് തോന്നി ആക്ച്വലി ഈ ഒരുപാട് എക്സ്പീരിയൻസ് അനുഭൂതികൾ ഉള്ള സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുറത്ത് പറയാം, കുറച്ച് കാര്യങ്ങൾ നാഷണൽ ഇൻട്രസ്റ്റിൽ പറയാൻ പാടില്ലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചാൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതോ പറയണോ എന്തോ പറയണ്ട. അത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം അതിൽ ആൾക്കാർക്ക് പെട്ടെന്ന്, എസ്പെഷ്യലി കേരളക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടോ, ഇത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. സോ അതൊരു ശരിയാവില്ല. ഞാൻ പക്ഷെ ആലോചിക്കാം. ഓക്കെ, പക്ഷേ സാറിൻ്റെ ഒരു ഭയങ്കര കൂളർ സൈഡ്, ഒരു കരിയർ തുടങ്ങി ഒരു കൂളർ സൈഡിലേക്ക് ആദ്യമായിട്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഇത്രയും ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്തത് താങ്ക്സ് ലോട്ട് സർ. താങ്ക്സ്.